ഈ ലോട്ടസ് മെഹന്തി ഡിസൈൻ ട്രൈ ചെയ്താലോ? അപ്പോൾ അത് നല്ല റൗണ്ടിന് ട്രിക്ക് ഉണ്ട് കേട്ടോ. ഒരു മൂടിയുടെ ബാക്കിൽ മൈലാഞ്ചി ഒന്ന് തേച്ച് കൊടുത്തിട്ട് കൈയുടെ ബാക്കിൽ പ്രസ് ചെയ്യുക. അതിനുള്ളിലാണ് നമ്മൾ ലോട്ടസ് വരയ്ക്കുന്നത്. മുട്ടും എതിളുകളും 2 ലീവ്സും വരച്ച് കയറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ റെഫറൻസ് ലൈൻ വരച്ചിട്ടുള്ള റൗണ്ട് ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുത്ത് 2 ലൈൻസും കൂടി വരച്ച് ചുറ്റും ഹംസ് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് 2 എതിലും കൂടി പോരാക്കി തോന്നിയപ്പോൾ കൈ ഒന്ന് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് 2 എക്സ്ട്രാ എതിലും കൂടി വരച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ ഇതുപോലെ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ആ ബോർഡർക്ക് ഒന്ന് ബോർഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നീറ്റായിട്ട് കിട്ടും. ഇനി ഫിംഗറിൽ 5 വിരലുകളിലും മിനിമലായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരയ്ക്കുന്നത്. 4 ലൈൻ വരച്ചിട്ട് 3 ലീവ്സ് വരച്ച് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വരച്ച് പുള്ള് ചെയ്ത് കൊടുത്ത് ഹംസും വൈൻസും ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇത് തന്നെയാണ് 5 വിരലുകളും ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നീറ്റ് ചെയ്ത് ഒന്ന് ആ ക്യാപ്പ് 3 ലീവ്സ് വരച്ചിട്ടുള്ളതിൽ ഒന്ന് ഫില്ലും കൊണ്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വൈൻസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുണ്ടല്ലോ, ഫസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ഇച്ചിരി മെഹന്തി ഒരു ഡോട്ടാക്കി കൊടുത്തിട്ട് ഒന്ന് പുറകിലോട്ട് പുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വൈൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ തമ്പിലെത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഫിംഗറാണ്. നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം വരച്ച മണ്ടലയിൽ ഇതുമാതിരി 3 ഡോട്ട് ചുറ്റും കൊടുക്കുന്നുണ്ട്. 3ാമത്തെ ഡോട്ട് ഒന്ന് പുള്ള് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈനിൽ നിന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്.